ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇന്നൊരു ഓഫ് ഡേ ആണ്, അപ്പോൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ടോണർ അടിച്ച് കൊടുക്കുന്നുണ്ട്. ടോണർ അടിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സിറം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്ലിപ്സിൻ. ഈ ഒരു സിറം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ കേട്ടോ. കുരുക്കൾ മാറാനും നമ്മുടെ സ്കിൻ ടെസ്റ്റ് ഇംപ്രൂവ് ചെയ്യാനും ഇത് ഒരുപാട് സാലിസിലിക് ആസിഡ്, നിയാസിനമേൽ, ജാമുൻ എക്സ്ട്രാക്ട് എന്നിവയെല്ലാം അടങ്ങിയിട്ട് ഞാൻ 3 ഡ്രോപ്സ് എടുത്തിട്ട് മുഖം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും കൊളാജൻ ഫേസ് ജെല്ലാട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കുറച്ചെടുത്ത് മുഖത്ത് തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളും വരകളും ഒക്കെ മാറി നീറ്റ് ആവാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ ഈ ജെല്ല്. അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ അടുത്തതായിട്ട് ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. ഇത് വൈബയുടെ ഫൗണ്ടേഷൻ കേട്ടോ. ഇത് ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ട് ഡോട്ടായിട്ട് ഫേസിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബ്ലെൻഡർ എടുത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും ബ്ലെൻഡ് ചെയ്ത് കണ്ണിൻ്റെ മുകളിലും കണ്ണിൻ്റെ അടിയിലും ചുണ്ടിൻ്റെ താഴെയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കൺസീലർ ഇടുന്നില്ല, അതുകൊണ്ടാട്ടോ ഞാൻ ഫൗണ്ടേഷൻ അവിടെയെല്ലാം ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് പോൺസിൻ്റെ പൗഡറാണ്. അത് നന്നായിട്ട് മുഖത്തിട്ട് കൊടുത്തിട്ടുണ്ട്. നോർമൽ പൗഡറാട്ടോ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് തൂത്ത് കളയാ, അല്ലെങ്കിൽ കടുകുളിക്ക് പോകുന്നതിൽ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് മസ്കാര എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നോർമൽ വാങ്ങിച്ച മസ്കാരയാണ്, പക്ഷേ ഇത് വാട്ടർ പ്രൂഫ് ആട്ടോ, പെട്ടെന്നൊന്നും പോകില്ല. അത് ഞാൻ 2 കൺപീലിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കണ്ണെഴുതുന്നതിന് മുമ്പ് തന്നെ മസ്കാര ഇട്ട് കൊടുക്കും. മാത്രമല്ല ക്യാമറ നോക്കി എനിക്ക് ഇട്ടിട്ട് ഇടാൻ പറ്റുന്നില്ല. ആദ്യം എനിക്ക് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണെഴുതുന്നുണ്ട്. ഇത് നോർമൽ നമ്മുടെ ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ചിട്ട് എഴുതുന്നത്. ഇതും അതുപോലെ തന്നെയാണ്. എനിക്ക് ക്യാമറ നോക്കിയിട്ട് എഴുതാൻ പറ്റുന്നില്ല. 2 വാലിട്ടിട്ട് ബാക്കി ഞാൻ കണ്ണാടിയിൽ പോയി നോക്കി എഴുതിയിട്ടാട്ടോ വന്നത്. എന്നിട്ട് ഞാൻ പൊട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ നോർമൽ ഒട്ടിരി പൊട്ടാട്ടോ. ഞാൻ കുഞ്ഞു പൊട്ടാണ് തൊടാറ്. എനിക്ക് കുഞ്ഞു പൊട്ടാണ് ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് ഹൈബ്രോ പെൻസിൽ എടുത്തിട്ട് നോർമൽ ഹൈബ്രോ പെൻസിലാട്ടോ. അത് വരച്ച് 2 പിരികം വരച്ച് കൊടുത്തതിന് മുടി ചെയ്യുന്നുണ്ട്. അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. കാരണം നനഞ്ഞ മുടിയായിരുന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അത് മാത്രമല്ല ഏത് ഹെയർ സ്റ്റൈൽ കെട്ടണമെന്നൊന്നും അറിയില്ല. എനിക്കങ്ങനെ ഒരുപാട് ഹെയർ സ്റ്റൈലുകളൊന്നും കെട്ടാൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ വലിയ ഹെയർ സ്റ്റൈലൊന്നും കെട്ടാറില്ല. അങ്ങനെ കുറേയൊക്കെ പരീക്ഷിച്ച് നോക്കി അവസാനം നമ്മളെല്ലായിടത്തും തോക്കുമ്പോൾ അവസാനമായിട്ട് നമ്മൾ പരീക്ഷിക്കുന്ന ഒന്നാണല്ലോ ബാക്കിലേക്ക് എല്ലാം മുടി കൂടെ പിടിച്ച് കെട്ടി വെക്കുക. സോ അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിലേക്ക് പിടിച്ച് ബുഷൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടിലേക്ക് 2 വാലൊക്കെ ചാടിച്ചിട്ടുണ്ട്. മുടിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാക്സിൻ്റെ ലിപ്സ്റ്റിക്കാണ്. അതിനിടയ്ക്ക് ഞാൻ 2 കമ്മലിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ കവിളിലും കൂടി ലേശം സ്വല്പം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ലിപ്സ്റ്റിക്ക് ഒന്ന് ചമക്കാൻ വേണ്ടിയിട്ട്. സോ അത് കഴിഞ്ഞ് ഈ ഒരു ബ്രേസ്ലെറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതും കൂടെ ഇട്ടപ്പോഴത്തേക്കും ഞാൻ മുടിക്കുകയായി ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.